ദേവയാനിയാണെങ്കിൽ ചന്തമോളുടെ മുടി ചീകിക്കൊണ്ട് ഇങ്ങനെ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾക്ക് ദുബായിൽ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇടയ്ക്ക് ദുബായിൽ പോയിട്ട് ആ ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് പറയും. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ജലജ അവിടേക്ക് വരുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ കാണാൻ മാത്രമാക്കുന്നത്, അവിടുന്ന് കുറച്ചെണ്ണത്തിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ, ഇവിടെ വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ താമസിക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ശരിക്കും കൊള്ളും, ഇടയ്ക്ക് ഞാൻ നിന്നോട് പറയാറുള്ളതുമാണ് എന്ന് പറയട്ടോ. പിന്നീട് അബി അതിൽ പോകുന്ന സമയത്ത് അബിയുടെ ഒരു കട്ടുണ്ട് ചന്തമോൾക്ക്, എനിക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്ത് ജലജ പറയാണ്, എനിക്ക് അങ്ങനെയല്ല തോന്നിയത്, ആദർശിൻ്റെ ചെറിയൊരു കട്ടുണ്ട് മോൾക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ അബിയും അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു, എനിക്കും അതുപോലെ തോന്നി, ആദർശേട്ടൻ്റെ ഒരു കട്ടുണ്ട് മോൾക്ക് എന്ന് പറയൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ അബിയുടെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ ദേവയാനിയോട് പറയുന്ന സമയത്താണെങ്കിലും അബി പറയുന്നുണ്ടായിരുന്നു, സ്ഥാപിക്കുന്നവരെ അങ്ങ് സ്ഥാപിച്ചോട്ടെ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ ആദർശേട്ടൻ്റെ ചെറിയൊരു കട്ട് മോൾക്കുള്ളതായിട്ടാണ് തോന്നിയത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ആദർശിൻ്റെ കുഞ്ഞാണെങ്കിൽ അവനത് നേരത്തെ എല്ലാവരോടും പറയുമായിരുന്നു, നിന്നെപ്പോലെ ആയിരിക്കില്ല അവൻ, പിന്നെ വേറൊരു കല്യാണത്തിനും മുതിരില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛനാണല്ലോ ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും തെറ്റ് പറ്റിയതാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇത്രയ്ക്കും തരം താഴ്ന്ന് ചിന്തിക്കരുത്, അല്ലെങ്കിലും 70 വയസ്സായ അച്ഛനാണോ ഇനിയൊരു കുട്ടി ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ദേവയാനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും നീ പറയരുത് എന്നൊക്കെ ജലജനോട് പറയുകയാണ്. ഇനിയിപ്പോൾ ആരുടെ കുട്ടിയാണെങ്കിലും മോളെ എന്തായാലും ഞാൻ ഇങ്ങനെ വിട്ട് കളയാനോ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണെന്നൊക്കെ പറഞ്ഞ് ചന്തമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ജലജയാണെങ്കിലും ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നേരെ അബിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ അബിക്ക് ചന്തമോളുടെ കട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അത് ഇങ്ങനെ ജലജയ്ക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിക്കാനാണ് കേട്ടോ ചെന്നിട്ടുള്ളത്. അവർ പറഞ്ഞ പോലെ തന്നെ ആ മോൾക്ക് നിൻ്റെ ഒരു കട്ടുണ്ട്, എനിക്ക് അത് തോന്നിയായിരുന്നു, നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെ അബിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയും, അമ്മേ വെറുതെ പോലും ഇങ്ങനെ പറയരുത് കേട്ടോ, ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങ് പറയുകയാണ്. അപ്പോൾ നിന്നെ ഇങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നീ കല്യാണത്തിന് മുന്നേയും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ശേഷവും ഒക്കെ ഒരുപാട് പെൺകുട്ടികളുടെ പിറകെ നടക്കാറുണ്ടല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, അപ്പോൾ ആ സമയത്ത് എങ്ങാനും തെറ്റ് പറ്റിയോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ അബി എനിക്ക് ഇങ്ങനെ ആ കുട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നീട് ജലജയാണെങ്കിലും ദേവയാനിയുടെ മുന്നിൽ വെച്ച് ആദർശിൻ്റെ ഒരു കെട്ടുണ്ട് ചന്തമോൾക്ക് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ വെച്ചും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു ചുറ്റുവിളക്ക് ഇങ്ങനെ നടത്തായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഞാനും ജാനകിയും അനാമികയും ഒക്കെ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് സമയവും എന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവയാനിക്കിട്ട് 2 കുത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് നയനിയാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു DNA നടത്തുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളായ സ്ഥിതിക്ക് ഇങ്ങനെ ആദർശേട്ടൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ മുതിരാത്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ മുത്തശ്ശനോട് സംസാരിച്ച സമയത്തും മുത്തശ്ശൻ ഇങ്ങനെ അത് ഇപ്പോൾ വേണ്ടാന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു, അബിയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടല്ലോ ആദർശിനെ. അപ്പോൾ അതുകൊണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കൈകൾ ശുദ്ധമാണെന്ന് ഇങ്ങനെ തെളിയിക്കണമെങ്കിൽ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വേണ്ടേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു തെളിവ് നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ എന്ന് പറയും. അപ്പോൾ എന്തായാലും ആദർശ് DNA ടെസ്റ്റ് നടത്താം എന്ന് തീരുമാനിക്കുന്നുണ്ട്. കിരണിൻ്റെ സുഹൃത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ കിരണേട്ടനെ ഒന്ന് വിളിക്കുകയെന്ന് പറയും. അപ്പോൾ എന്തായാലും ചന്തുമോളുടെ മുടി കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ നയനീനോടും പറയുന്നുണ്ട്. അബിയുടെ മുടി ഞാൻ എങ്ങനെയും കളക്ട് ചെയ്തോളാമെന്നും ആദർശ് പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കിരണിനെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെയും അതുപോലെ തന്നെ അബിയുടെയും ചന്തുമോളുടെയും മുടി കളക്ട് ചെയ്തിട്ടാണ് കിരണിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു DNA ടെസ്റ്റ് നടത്താൻ അവർ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റിങ്ങിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയും,
എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം അറിയാനായിട്ട് പറ്റും എന്ന് പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അബിയുടെ കുഞ്ഞാണെങ്കിൽ എന്താ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കിരൺ ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആരുടെ കുഞ്ഞാണെങ്കിലും മുത്തച്ഛൻ ആ കുഞ്ഞിനെ ചന്തുമോളെ ഒഴിവാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നയനയ്ക്കും അതിന് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞ് അവിടെ തന്നെ വളരും എന്നൊക്കെ പറയാണ്. കാരണം അത്രയ്ക്കും അവരടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പം ആദർശിൻ്റെ കുഞ്ഞല്ല എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ അനിയും തെറ്റ് ചെയ്യില്ല, അബിയുടെ കുഞ്ഞന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ അവരുടെ ഒരു സംശയം. അബിയാണെങ്കിലും ഇപ്പോൾ നവ്യേനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതും സംശയം തന്നെയാണ്. സാധ്യത്തിന് വേണ്ടിയല്ലാതെ ഇങ്ങനെ അബി മറ്റാരെയും സ്നേഹിക്കില്ല എന്ന് ആദർശിനും കിരണിനും ഒക്കെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കല്യാണിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴും കല്യാണി ഇങ്ങനെ അബീനെ തന്നെയാണ് സംശയം പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അബി ഇങ്ങനെ നവ്യേനെ ഇപ്പോൾ സ്നേഹിക്കുന്നതും എന്തെങ്കിലും ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ പിടിച്ച് നിൽക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ കിരൺ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ അബീനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നയനിയും പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വിശ്വസിക്കാത്ത ഒരുത്തനാണ് അബി എന്ന് പറയും. അവനും അവൻ്റെ അമ്മയ്ക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയും മാത്രമേ മറ്റാരെയും സ്നേഹിക്കുള്ളൂ എന്ന് പറയുകയാണ്. നയനയ്ക്കും ദേവയാനിക്കൊക്കെ ചന്തുമോളോട് ഭയങ്കര സ്നേഹമാണല്ലോ. അതുപോലെ തന്നെയാണ് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയൊക്കെ കാര്യം. അതുകൊണ്ട് പിന്നീട് മോളെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ അബിയുടെ കുഞ്ഞും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ അച്ഛനെങ്ങനെ കണ്ടുപിടിക്കുന്നു വേണ്ട എന്നൊക്കെയാണ് കേട്ടോ നയന പറയുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് കിരൺ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് മോളെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് നയന പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ അവകാശികൾ ആരെങ്കിലും വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ എന്തായാലും വരില്ല, അതാണെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കും, അതിൻ്റെ അച്ഛനെങ്ങാനും വരാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുന്നത്. ആദർശാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അനന്തപുരിയിലെ കൊച്ചുമക്കളിൽ ഒരാളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത്, അതുകൊണ്ട് അബി തന്നെയായിരിക്കും എന്ന് പറയും. അപ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങൾ റിസൾട്ട് ഇങ്ങനെ വരാനായിട്ട് കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് അബിയും കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിലും കേസൊക്കെ ഒരുവിധം വഴി തിരിച്ച് വിട്ടിട്ടുണ്ട്. എൻ്റെ വീട് പണി നടക്കുകയാണല്ലോ, എനിക്ക് പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട്, ഇങ്ങനെ സാറ് കുറച്ച് പണം തരണം എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ജ്വല്ലറിയിൽ വെറും ഒരു ശമ്പളക്കാരൻ മാത്രമാണ്, എന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ ഏട്ടൻ കനിയണം, അപ്പോൾ ഞാൻ സാറിന് കുറേശ്ശെയായിട്ട് തന്നോളാം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചധികം പണം കിട്ടിയാലേ വീട് പണി നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നീട് അയാൾക്ക് എങ്ങാനും ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കേസ് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരനെ മുഖ്യപ്രതിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ കേസും അവൻ്റെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അവന് കുറച്ച് പണം കൊടുത്തങ്ങ് വിലക്കെടുത്താൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് അബി പറയുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ അയാൾ ഒരുപാട് സ്വാധീനിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്, എന്നാലും ഇപ്പോൾ പേടിയോടെയാണ് അയാൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഞാൻ കേസൊന്ന് തീർപ്പാക്കാൻ നോക്കാം, ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശിനെ വിളിച്ചിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അബി വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശിനോട് പറയുന്നത്. അപ്പോൾ നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് പണം വേണം, നവ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് അബി ചോദിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്തിനാടാ നവ്യയുടെ കാര്യങ്ങൾ നോക്കാം, ഇത്രയും പണം നവ്യയുടെ കാര്യങ്ങളൊക്കെ ഞാനും നയനയും കൂടെ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അങ്ങനെ ഏട്ടൻ മാത്രം മിസ്റ്റർ ക്ലീൻ ആയാൽ പോരല്ലോ, അല്ലെങ്കിലും നവ്യയ്ക്ക് എപ്പോഴും ഒരു പരാതിയുണ്ട്, അവളുടെ കാര്യങ്ങളെല്ലാം ഏട്ടനും നയനിയും കൂടെയാണ് ചെയ്തു കൊടുക്കുന്നതെന്നുള്ളത്, അതുകൊണ്ട് അവൾ എനിക്കും കുറച്ച് വിലയ്ക്ക് തരേണ്ട ഏട്ടാന്ന് ചോദിക്കും. അവൾ നിനക്കിപ്പോൾ നല്ല വില തരുന്നുണ്ടല്ലോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ വില കൂടുതൽ തരുന്നതുകൊണ്ട് ഏട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നവ്യയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ, അപ്പോൾ അതിന് ഞാനൊരു 5 ലക്ഷം രൂപ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ എനിക്കത് മാത്രം പോരാ, 10 ലക്ഷം തന്നെ കിട്ടണം എന്ന് അബി പറയുകയാണ് കേട്ടോ. അവളുടെ കാര്യം നോക്കാൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് കുറച്ച് കട ഉണ്ട്, അതൊക്കെ വീട്ടണം എന്നും കൂടെ പറഞ്ഞല്ലോ എന്ന് പറയും. ആദർശേട്ടനും മുത്തശ്ശനും കൂടെ എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു, അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു വലിയ സത്യം ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടല്ലോ നടക്കുന്നത്, അതെനിക്ക് ഉച്ചത്തിൽ എല്ലാവരോടും വിളിച്ച് പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഇമേജ് ആകെ തകർന്നടിയും എന്ന് പറയാണ് കേട്ടോ. പുറത്തുള്ളവരും വീട്ടിലുള്ളവരൊക്കെ ഏട്ടനെ വെറുക്കും എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കോംപ്രമൈസൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. ഏട്ടന് 10 ലക്ഷമൊക്കെ നിസ്സാരമല്ലേ എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ 1 രൂപയ്ക്ക് പോലും വിലയുണ്ട്, അത് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം തന്നെയാണ്, നിനക്ക് അത് തന്നിട്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ആദർശ് പറയുമ്പോൾ എന്നാൽ പിന്നെ തരണ്ട, ഞാൻ വേറെ വല്ല വഴിയും നോക്കിക്കോളാം എന്ന് അബി ആദർശിനോട് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, തൽക്കാലം ഞാനൊരു 5 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം എന്ന് പറയുമ്പോൾ ശരി, എനിക്ക് ഉടനെ തന്നെ ബാക്കി 5 ലക്ഷം കൂടെ കിട്ടണം എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അബി ഇങ്ങനെ ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.